കഴിഞ്ഞ ദിവസം അതായത് മന്നത്ത് പത്മനാഭൻ്റെ 149 ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് NSSൻ്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞ ഒരു കാര്യം, അതായത് BJPക്ക് വേണമെങ്കിൽ അവർ കേന്ദ്രം ഭരിക്കുന്നതുകൊണ്ട് ശബരിമല കൊള്ള വിഷയത്തിൽ, സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ തീരുമാനം നേരത്തെ എടുക്കാമായിരുന്നു എന്നാണ്. പക്ഷേ സുകുമാരൻ നായർ പോലും വിശ്വസിച്ചത് പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷണം ശരിയായ വഴിയിലാണ് പോകുന്നത് എന്നാണ്. അത് തന്നെയാണ് കേന്ദ്രവും വിശ്വസിച്ചിരിക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ സുകുമാരൻ നായർ പറഞ്ഞ അതേ ദിവസം തന്നെ കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ ഇടപെട്ടിരിക്കുന്നു. അവർ പറഞ്ഞിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് ഇങ്ങനെ എങ്ങുമെത്താതെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല, എങ്ങും എത്തുകയില്ല. കാരണം ഇത് അന്തർ സംസ്ഥാനം മാത്രമല്ല, അന്തർദേശീയമായിട്ടുള്ള മാനങ്ങളുള്ള ഒന്നാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കേന്ദ്ര ഏജൻസിയെ കൊണ്ട് തന്നെ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് കേരളത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് മേധാവി തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് ബെഞ്ചിന് സമർപ്പിക്കേണ്ടതാണ്. അതാണ് അതിൻ്റെ കീഴ്വഴക്കം. തുടർന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസിയായിട്ടുള്ള CBI അന്വേഷണവും നടത്തും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കാരണം ഇതിനുള്ള വഴി ക്ലിയർ ആയിരിക്കുകയാണ്. നേരത്തെ തന്നെ സുഭാഷ് കപൂർ മോഡലിലുള്ള ഒരു കൊള്ളയാണോ ഇവിടെ നടന്നത് എന്ന് കോടതി ഒരു സംശയം ജസ്റ്റിസ് ബഹാവുദ്ദീൻ ഉന്നയിച്ചിരുന്നു. ആ സംശയത്തെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള തെളിവുകൾ കുറേയൊക്കെയാണ്, ഇതെല്ലാം ആകുന്നില്ല, ഇപ്പോൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കണ്ടതും കേട്ടതുമായിട്ടുള്ളത് മാത്രമല്ല, അതിനപ്പുറത്ത് പലതും സംഭവിച്ചിരിക്കുന്നു. 109.56 ഗ്രാം സ്വർണത്തിൻ്റെ ഒരു കണക്കാണ് മോഷണം പോയതായിട്ട് നമ്മൾ കണ്ടത്. അതങ്ങനെയല്ല, വാതിൽപ്പാളികളുടെ മുകളിലുള്ള ആ ഭാഗത്തിന് പറയുന്ന പേരാണ് പ്രഭാമണ്ഡലം. ആ പ്രഭാമണ്ഡലത്തിൽ നിന്നുള്ള സ്വർണവും അടിച്ചു മാറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ ശിവരൂപം എന്ന് പറയുമ്പോൾ പൗരാണികമായിട്ട്, മിത്തോളജിക്കലായിട്ട് ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും സത്ത ഒന്നിച്ചു ചേർന്ന, ഊർജം ഒന്നിച്ചു ചേരുന്ന ഒന്നാണ് അവിടുത്തെ മണികണ്ഠൻ എന്നാണ് വിശ്വാസം. നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള സാക്ഷാൽ ശ്രീധർമ്മ ശാസ്താവ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ശിവൻ്റെ രൂപം എന്ന് പറയുന്ന ആ പുണ്യരൂപത്തിൽ നിന്ന് പോലും സ്വർണം അടിച്ചു മാറ്റിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു തുമ്പ് പോലും കണ്ടെത്താൻ SITക്ക്, അതിൻ്റെ ഒരു തൊണ്ടി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കടൽ കടന്നു പോയിട്ടുണ്ടാവാം. അതിൻ്റെ ആൻറ്റിക്വിറ്റിയുടെ ഒരു സെയിൽസ് കടൽ കടന്നുള്ള മാർക്കറ്റുകളിൽ നടന്നിട്ടുണ്ടാവാം എന്നൊക്കെ അഭ്യൂഹങ്ങൾ, അതിൻ്റെ തെളിവുകളോ നിരാകരണമോ ഒന്നും നടത്താൻ SITക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൂടാതെ മറ്റൊരു കേന്ദ്ര ഏജൻസി ഇപ്പോൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ്. അവരെ ഇതിൽ കള്ളപ്പണം ഉണ്ടാകാം എന്നുള്ള ഒരു സംശയത്തിൻ്റെ പേരിൽ ഈ കാര്യത്തിൽ അന്വേഷണം നടത്താൻ ഫയലുകൾ ആവശ്യപ്പെട്ടിരുന്നു കേരള പോലീസിനോട്. പക്ഷേ കേരള പോലീസ് അത് കൊടുക്കാൻ വിസമ്മതിച്ചു. അവരെ തന്നെയുമല്ല, റാന്നി കോടതിയിൽ ഈ ഫയൽ ആവശ്യപ്പെട്ട EDക്കെതിരെ കേസ് കൊടുത്തു. റാന്നി കോടതി പറഞ്ഞത് കൊടുക്കേണ്ട എന്നാണ്. തുടർന്ന് ഇവർ വിട്ടില്ല, ED വിട്ടില്ല. കൊല്ലം കോടതിയിൽ ഇതിന് അപേക്ഷ കൊടുക്കുകയും കൊല്ലം കോടതിയിൽ നിന്ന് ഫയൽ വിട്ടുകൊടുക്കണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ നിർദ്ദേശം നൽകിയതുകൊണ്ട് ഫയലുകൾ കൈമാറിയിട്ടില്ല, അത് വെച്ച് വീണ്ടും താമസിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദുരൂഹമായിട്ടുള്ള പലതും ഇതിനുണ്ട്. നമ്മൾ ഈ കാണുന്നതിനേക്കാൾ ആഴത്തിലുള്ള മോഷണങ്ങളൊക്കെ തന്നെ അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ ഊഹിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിൻ്റെ മാനം വളരെ വളരെ ഉയരുകയാണ്. കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്നത് രഹസ്യമായിട്ട് കാര്യങ്ങൾ ചോർത്തുന്ന ഒരു ഏജൻസിയാണ്. അതറിയുന്ന രഹസ്യങ്ങൾ നമ്മൾ അറിയുകയില്ല. നമ്മളെക്കാൾ വളരെ ആഴത്തിൽ ഡീപ്പ് ത്രോട്ടായിട്ട് തന്നെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിവുള്ള, അതിന് അധികാരവും അവകാശവുമുള്ള, അതായത് രഹസ്യ വേഷത്തിലൊക്കെ തന്നെ പോയിട്ട് അന്വേഷണം കളക്ട് ചെയ്യുന്ന
ശരിക്കും ഇൻ്റലിജൻസ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് അത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിൽ വെച്ച് NSSൻ്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞത്. അതല്ല, കേന്ദ്രം ഇടപെട്ട് കഴിഞ്ഞു. ED രംഗത്ത് വന്നതോടുകൂടി തന്നെ കേന്ദ്രം ഇടപെട്ട് കഴിഞ്ഞു. പിന്നെ ഇത് തീരുമാനിക്കുന്ന അമിത്ഷാ അങ്ങനെ പറയുകയല്ല, അത് കോൺഗ്രസിൻ്റെ കാലത്തായിരുന്നു. അത് NSS തിരിച്ചറിയണം. അത് കൂട്ടിൽ അടച്ചിട്ട തത്തയായിരുന്നു CBIയും കേന്ദ്ര ഏജൻസികളും എന്നതുകൊണ്ടാണ് അവർ പറഞ്ഞിട്ട് മന്ത്രിമാർ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരിക. അതല്ല, ഇപ്പോൾ സ്വതന്ത്ര ഏജൻസികളാണ്, തീരുമാനം അവർ തന്നെ എടുക്കുന്നു. ഒരു കേന്ദ്രമന്ത്രിയും പറഞ്ഞതായിട്ട് നമ്മളറിയുന്നില്ല. പറഞ്ഞിട്ടുണ്ടാവാം, ചിലപ്പോൾ വിളിച്ചു വരുത്തി പറഞ്ഞിട്ടുണ്ടാവാം, എന്തായാലും അറിയില്ല. തീർച്ചയായിട്ടും ഇത് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ഷാ കമ്മീഷൻ എങ്ങനെയാണ് വന്നത്? ഷാ കമ്മീഷൻ ചരൺ സിംഗ് വിളിച്ചു വരുത്തിയതാണ്. ഷാ കമ്മീഷൻ ഇന്ദിരാഗാന്ധിയെ ജയിലിൽ കയറ്റത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടെത്തി ഫ്രെയിം ചെയ്യണം, അവർക്കെതിരെ കുറ്റപത്രമെന്ന് ചരൺ സിംഗ് നേരിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഈ രഹസ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ. കേന്ദ്രമന്ത്രി പറഞ്ഞാലും കുഴപ്പമില്ല. തീർച്ചയായിട്ടും IB, ED, CBI 3 കേന്ദ്ര ഏജൻസികൾ രംഗത്തേക്ക് വരികയാണ്. അതിലൂടെ മാത്രമേ നമുക്ക് സത്യം അറിയാൻ കഴിയൂ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായെങ്കിലും ഇതിലെ കള്ളന്മാരാരാണ്, കള്ളം ചെയ്യാത്തവരാരാണ് എന്നുള്ളൊരു ബോധം, ജനങ്ങൾക്ക് അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം അതിനനുസരിച്ച് അവരുടെ ജനഹിതം, അവരുടെ ജനാധികാരം, ജനാവകാശം ഉണ്ടാക്കാനും അതുപോലെ ആ തരത്തിലുള്ള ഒരു വിധി ഉണ്ടാക്കാനും അത് അവരെ സഹായിക്കും. അല്ലാതെ ഒളിച്ചു വയ്ക്കുകയില്ല. കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തതേ ഉള്ളൂ. കസ്റ്റഡിയിലെടുത്തിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്നിട്ടും അത് അതീവ രഹസ്യമായിട്ട് വെച്ചു. അത് വളരെ അതീവ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മറ്റെല്ലാവരുടെയും കാര്യത്തിൽ പത്രക്കാർക്ക് ഫോട്ടോ എടുക്കത്തക്ക വിധം പരസ്യമാക്കിക്കൊണ്ട് ഇത് ചെയ്യുകയും കടകംപള്ളി സുരേന്ദ്രൻ്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള നമ്മുടെ ബൃഹത്തായ ഭരണഘടനയുടെ പ്രൗഢമായ ആ ഒരു വകുപ്പിന് ഇണങ്ങുന്ന ഒന്നല്ല ചെയ്തത്. തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ പഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോണിയാഗാന്ധിയുടെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു എന്നുള്ള തൊടിൻ ന്യായം പറഞ്ഞുകൊണ്ട് ഇതിനെ ന്യായീകരിക്കുകയാണ്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്നുള്ളത് ന്യായീകരിക്കുകയാണ് എന്ന് മാത്രമല്ല, പത്മകുമാറിനെതിരെ പാർട്ടി തലത്തിൽ രാഷ്ട്രീയത്തിൽ ഒരു തീരുമാനവും എടുക്കേണ്ടെന്നുള്ള ഒരു തീരുമാനത്തിലാണ് CPMൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ എല്ലാം നേതൃയോഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്ര ഗൗരവമായ ഒരു പ്രശ്നത്തിൽ ഒരു പാർട്ടി നടപടി പോലും എടുക്കാതിരിക്കുന്നത് കുറ്റകരമായിട്ടുള്ള മൗനവും അനാസ്ഥയും ഭക്തരോടുള്ള അനാദരവും തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ നോക്കുമ്പോൾ, അപഗ്രഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും ശബരിമല അവിടെ നിന്ന് പോയ സ്വർണം, ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഗൗരവമായിട്ട് ആരും എടുക്കുന്നില്ല. പക്ഷേ IB വരുന്നതോടുകൂടി കേന്ദ്ര ഏജൻസികൾ ഈ കാര്യം ഗൗരവമായി എടുക്കുന്നുണ്ടെന്നാണ് ഇത് നൽകുന്ന പാഠം. ഈ പാഠം ശരിക്കും NSSും അതിൻ്റെ ജനറൽ സെക്രട്ടറിയും മനസ്സിലാക്കുന്നത് അവർക്ക് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾ അതിൻ്റെ ഉന്നതാധികാര സമിതിയായിട്ടുള്ള ഡയറക്ടർ ബോർഡിലുണ്ടാവുമല്ലോ, അവരത് പറഞ്ഞ് മനസ്സിലാക്കണം. NSSും ഈ കേസിൻ്റെ ഗൗരവം തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഏറെ ഭക്തന്മാരുള്ള ഒരു സംഘടനയാണത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.